ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഞങ്ങളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അൽഹംദുലില്ലാ എനിക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2 ദിവസം മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇനി വീഡിയോ ഇടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടോ. അപ്പോൾ നമുക്ക് നെറ്റ് ഉണ്ടായിരുന്നില്ല. ഒന്നാമത്തെ കാരണം അതായിരുന്നു. രണ്ടാമത് നമുക്ക് വീഡിയോ ഇട്ടിട്ടുള്ള ഒരു ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ടെൻഷനും കാര്യങ്ങളും പിന്നെ ഒരുപാട് കമൻറ്റും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഞാൻ വീഡിയോ നിർത്താമെന്ന് കരുതിയതായിരുന്നു. അപ്പോൾ നമ്മൾ അടുത്തുള്ള ഒരു കാക്കുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ കാക്കുനോട് പറഞ്ഞേജി വീഡിയോ നിർത്തരുത്, നെറ്റില്ല ഞാൻ കയറ്റി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചവനെ പോലെ നമുക്ക് വന്നിട്ട് നെറ്റൊക്കെ കയറ്റി തന്നു. നമുക്കിങ്ങനെ സഹായിക്കുന്ന ഒരാളാട്ടോ. നമ്മളെല്ലാം അറിയണം, നമ്മളടുത്ത വീട്ടിലെ ആൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ നെറ്റൊക്കെ കയറ്റിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി എല്ലാവരും വീഡിയോ കാണാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കൊരു സാമ്പാർ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ സാമ്പാറിക്ക് വേണ്ട കഷ്ണങ്ങളൊക്കെ ഇതാ മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് ഇതാ ഒരു മുറി തേങ്ങ ഒക്കെ ചിരകി വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ജീരകമൊക്കെ ഇട്ടിട്ട് വറുത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മൾ പരിപ്പ് ഇതാ ആദ്യം പരിപ്പിന് നമ്മളെല്ലാവരും വേവിച്ച് വെക്കുമല്ലോ. അതിലേക്ക് നമ്മൾ കുമ്പളങ്ങ, മത്തങ്ങ, കൈപ്പങ്ങ അങ്ങനെയുള്ള ഇവരൊക്കെ ആദ്യം തന്നെ ഒന്ന് വേവിച്ചെടുക്കട്ടെ. 2 ക്യാരറ്റൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഇന്ന് ഇക്കാക്ക് കൊണ്ടുവന്ന ഈ സാമ്പാർ കഷ്ണത്തിൽ ഒരുവിധം എല്ലാ പച്ചക്കറികളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ കൈപ്പങ്ങ ഇങ്ങനെ ഇട്ടുണ്ടെങ്കിൽ ആർക്കും അങ്ങനെ ഇഷ്ടമല്ല. അപ്പോൾ ചെറുതായിട്ടൊരു കഷ്ണം ഇട്ടിട്ട് കൈപ്പങ്ങ ഇട്ടിട്ടുണ്ട്. പിന്നെ മുരിങ്ങക്ക, പയർ, വെണ്ടയ്ക്ക, പിന്നെ വഴുതനങ്ങ അങ്ങനെയൊക്കെ നമ്മൾ ഇതാ ചീനച്ചട്ടി എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെയാണ് എന്താ പറയുക സാമ്പാർ ഉണ്ടാക്കാറ്. ഒന്ന് വാട്ടിയതിന് ശേഷം അങ്ങനെ പിന്നെ എല്ലാതും നമ്മളെ വേവിച്ച് വെച്ചതിൽ കണ്ടിട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ അവൻ ചെയ്യാറെന്നറിയാം. പക്ഷെ ഞാനിന്ന് ആദ്യം കുറേ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സാമ്പാറിൻ്റെ. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ നമ്മളെ വീട്ടിൽ സാമ്പാർ ഉണ്ടാക്കുള്ളൂ കേട്ടോ. 2 ആഴ്ചയൊക്കെ കൂടുമ്പോൾ കുറേ ആയിരുന്നു സാമ്പാറൊക്കെ വെച്ചിട്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ എടുക്കാനുള്ള വീഡിയോ അപ്പോൾ ഇതാണ് കേട്ടോ. പിന്നെ നമുക്ക് നമ്മളെ വീഡിയോ എടുക്കുക വെച്ചാൽ സ്പെഷ്യലായിട്ട് നമുക്ക് എടുക്കാൻ മാത്രമുള്ള ഒന്നും നമ്മളെ വീട്ടിലുണ്ടാവാറില്ല. നമുക്കറിയാമല്ലോ, നമ്മളെ വീട്ടിൽ എല്ലാവരും കൂടിയിട്ടുള്ള ഫാമിലിയാണ്. ഭാബിമാരും 3 ഭാബിമാരും അവരെ മക്കളും ഉമ്മയും ഉപ്പയും വല്യമ്മയും എല്ലാവരും അടങ്ങുന്ന ഒരു വലിയ കുടുംബാട്ടോ. അതിൻ്റെ ഇടയിൽ നിന്ന് നമുക്ക് വീഡിയോ എടുക്കാനും വോയിസ് കൊടുക്കാനും എല്ലാത്തിനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അവരിടയിൽ നിന്ന് നമ്മളെ മാത്രം വീഡിയോ എടുക്കുമ്പോഴും പിന്നെ ഞാൻ മാത്രമാവില്ല കേട്ടോ ഈ പണികളെല്ലാം ചെയ്യുക. അപ്പോൾ ഞാൻ കഷ്ണങ്ങളൊക്കെ മുറിച്ച് വെച്ചു. ഭാബി ഈ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരാൾ തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനല്ല കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ചീരക്കറി വെച്ചതിൽ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ റെസിനത്തൊക്കെ കമൻറ്റ് ഇട്ട് കണ്ടു. പക്ഷേ പരിപ്പൊക്കെ അവരാദ്യം വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ട് പിന്നെ ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട് അവിടെ വെയിറ്റിങ്ങിൽ ഇട്ടു കേട്ടോ. എൻ്റെ ഓരോ സംഭവങ്ങളൊക്കെ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം കേട്ടോ. അപ്പോൾ പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ ഞാൻ ചെയ്യും. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരാൾ ചെയ്യുമ്പോൾ നമുക്കത് വീഡിയോ എടുക്കാനും എല്ലാത്തിനും പറ്റും. ഇത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളല്ലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചില ദിവസങ്ങളിൽ ഞാൻ അടിക്കലും തുടക്കലും കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഇങ്ങനെ കുക്കിങ്ങിനൊക്കെ നിൽക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണിക്ക് നിൽക്കും. വിറക് പണി അങ്ങനെയുള്ള മുഖ്യ പണികളുണ്ട് ഉസ്താദാണ് നമ്മൾ കേട്ടോ. അപ്പോൾ നമ്മൾ കുക്കിങ്ങിനൊന്നും പോവില്ല. അപ്പോൾ ചിലത് നമ്മൾ കറികളൊക്കെ വെക്കണ വീഡിയോ എടുത്തിട്ടുണ്ടാവും. പിന്നെ ഫുള്ളായിട്ട് മീൻ ഇടുന്ന അങ്ങനെയുള്ള വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെയുള്ള കുറേ തട്ടി മുട്ടി അല്ലറ ചില്ലറ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് വീഡിയോ ഇടുന്നില്ല എന്നൊക്കെ പറഞ്ഞത്. എന്തായാലും നമ്മളെ കാക്കു പറഞ്ഞ് ഇത്രയും വാച്ചവറൊക്കെ ആയില്ലേ ചേച്ചി, ഇനിയും ഇട്ടൂട്, അപ്പോൾ അങ്ങോട്ട് വാച്ചവറൊക്കെ കിട്ടും, കുറച്ച് പരിശ്രമിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെ 2-3 ചേട്ടനും ചേച്ചിമാരും എല്ലാവരും ഇട്ടോ. വീഡിയോ കണ്ട് ഫുള്ള് കണ്ടവർക്കല്ലേ നമുക്ക് പറഞ്ഞത് എന്താണെന്നൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മളെ കമൻറ്റും ലൈക്കും ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. നമ്മളെ വീഡിയോ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാനും കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യാനും മറന്നു പോകരുത്. നിങ്ങളെ വീഡിയോ ഞാൻ എന്തായാലും വന്ന് സപ്പോർട്ട് ചെയ്യും. കാണാറുണ്ട് കേട്ടോ, പറ്റുന്ന പോലെ കാണാറുണ്ട്, ലൈക്ക് ചെയ്യാറുണ്ട്, കമൻറ്റൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സാമ്പാർ കഷ്ണമൊക്കെ വെന്തതിന് ശേഷം തേങ്ങ ഒക്കെ കൂട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം അതിൽ ചീനച്ചട്ടി വെച്ചു. നമുക്ക് വറവിട്ടിട്ട് ഒന്ന് തൂമിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കടുക് പൊട്ടിച്ചിട്ടുണ്ട്, പിന്നെ ഉലുവ പൊട്ടിച്ചു, പിന്നെ ഉണക്കമുളക് ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ കുറച്ച് പഴുത്ത മുളക് ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് ചൂടാക്കിയിട്ട് അതിട്ട് കൊടുത്തിട്ടോ. എന്തായാലും പച്ചമുളകിന് ഉണക്കമുളകിൻ്റെ ടേസ്റ്റ് കിട്ടില്ല, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും ഞാൻ വീഡിയോ എടുക്കണല്ലേ എന്ന് കരുതിയിട്ട് പിന്നെ അല്ലെങ്കിൽ ചേച്ചിൻ്റെ വീട്ടിലേക്കോ അല്ലെങ്കിൽ അപ്പുറത്ത് താത്താൻ്റെ വീടുണ്ട് അവിടേക്കൊക്കെ ഓടി പോകാറാട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ അടുത്ത വീട്ടിൽ എല്ലാവരും നല്ല സപ്പോർട്ടാട്ടോ. പിന്നെ നമുക്ക് ദസ്മീൻ പിടിച്ചിട്ട് നമ്മളെ മക്കനൊക്കെ ഇട്ട് കിടക്കണ കുറേ പേരുണ്ട് കേട്ടോ. അവരെ വിചാരം നമ്മളിതാ വലിയ വീഡിയോഗ്രാഫറായി അങ്ങനെയായി ഇങ്ങനെ ആയിട്ടൊന്നൊക്കെ ഇട്ടാൽ നമ്മളെ മക്കളെ പോറ്റാൻ വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടിങ്ങനെ ജീവിച്ച് പോകണവരാട്ടോ. നമുക്കൊരു അഹങ്കാരമോ ആർഭാടോ
ഒന്നും ഇല്ലാത്തവരാണ്. അപ്പോൾ നിങ്ങളൊക്കെ പലരും പലതും ചിന്തിക്കുന്നുണ്ടാവും. നമ്മൾ സ്വന്തം വീട്ടിലാകുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും കേട്ടോ. നമ്മൾ സ്വന്തം വീട്ടിൽ വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, നമ്മളെ മക്കളും കൂടെ ഇല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാകും. അതിൻ്റെ ഇടയിൽ നമ്മൾ ജീവിച്ച് പോകുന്നത്. എല്ലാത്തിനും നമുക്ക് ക്ഷമ വേണം കേട്ടോ. ക്ഷമിച്ചാൽ മാത്രമേ ഇന്നെ പോലെയുള്ള പെൺകുട്ടികൾക്ക് ജീവിച്ച് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ കല്യാണം കഴിഞ്ഞ് നമ്മൾ സ്വന്തം വീട്ടിലായിട്ടുണ്ടെങ്കിൽ അനുഭവിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പല തരത്തിലും പല രൂപത്തിലുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ പടച്ചവനക്ക് വിട്ടുകൊടുക്കുക, ക്ഷമിക്കുക, ഇൻഷാ അല്ലാഹ് എല്ലാം ശരിയാവും എന്നുള്ളൊരു പ്രതീക്ഷ മാത്രം കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നെ കൂന്തളും പിന്നെ കൈപ്പങ്ങ ഫ്രൈ ആക്കിയൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ തിന്ന് ചോറൊക്കെ തിന്ന് പിന്നെ വൈകിട്ടായപ്പോഴത്തേന് നല്ല മഴ ആയിട്ടോ, രാത്രി ആയപ്പോഴത്തേന്. അപ്പോൾ ഞാൻ വെറുതെ ഇരിക്കുക, നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മൈലാഞ്ചി കിട്ടിയ മൈലാഞ്ചി ഇടുക എന്നുള്ളത് മെയിനായിട്ടുള്ള പരിപാടി. അപ്പോൾ നിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ മൈലാഞ്ചിയൊക്കെ എടുത്തിട്ട് മക്കൾസിനൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് മേടിച്ച് വെക്കണതാണ്. നല്ല മഴ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കട്ടൻ ചായയും പിന്നെ മൺപയറില്ലേ, അത് തേങ്ങയും ശർക്കരയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് നമ്മൾ രായിപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുത്തതായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇങ്ങനത്തെ ഒക്കെ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചേച്ചിക്കുട്ടി തന്നെ കേട്ടോ. നമ്മൾ ചേച്ചി തന്നൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. നമ്മൾ ചേച്ചിനെ എല്ലാവരും നമുക്കൊരു ദിവസം വീഡിയോ കാണിക്കണം ഇൻഷാ അല്ലാഹ്. എന്നെ കാണിക്കാത്ത കാര്യം ഞാൻ അവരൊന്നും കാണിക്കാത്തിട്ടാ, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് നോക്കും ഇങ്ങനെ ഇട്ടാലും, പക്ഷേ എനിക്കൊരു മടിയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. അപ്പോൾ അതെല്ലാം കൂട്ടി നന്നായിട്ട് ചായയൊക്കെ കുടിച്ചു. പിന്നെ ചോറൊന്നും തിന്നില്ല കേട്ടോ. രാത്രി ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോറ് തിന്നാറില്ല. പിന്നെ എന്തെങ്കിലും ചായൻ്റെ കടിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ചോറും തിന്നില്ല. പിന്നെ ഇത് നമ്മളെ മോൾ എടുത്തന്ന ഡ്രസ്സാണ് കേട്ടോ. നമ്മളെ ബർത്ത്ഡേക്ക് എടുത്തന്ന ഒരു ടോപ്പാണ്. അപ്പോൾ ഇത് കാണിക്കണം എന്നും കരുതും, പക്ഷേ കാണിക്കാൻ മറന്നു പോകണതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദിയുണ്ട്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എന്ന പ്രതീക്ഷയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വോയിസ് കൊടുക്കണം, നമ്മളിതാ ഞങ്ങളുടെ റൂമിൽ ഇരുന്നിട്ട് കേട്ടോ. അപ്പോൾ ചെറിയൊരു റൂമാണ്, ബെഡ്റൂമാണ്. അപ്പോൾ അവരില്ലാത്തപ്പോൾ ഇരുന്നിട്ട് വോയിസ് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാണ് കാണിക്കുന്നത്. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.